ഹലോ ഫ്രണ്ട്സ്, ഈ ചൂടുള്ള സമയത്തെ നല്ല തണുത്ത കനാലിലെ വെള്ളത്തിൽ കുറച്ച് വൈബ് ആൾക്കാരുമായിട്ട് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് എൻജോയ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു വൈബ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അടൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് പോവുകയാണ്. അങ്ങ് ഊഞ്ഞാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുറേ പേരുണ്ട്. ഇവിടുന്ന് ഇപ്പം ഞാനും ചേച്ചിമോനും അച്ഛനും കൂടെ കാറിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കോതമംഗലത്ത് ചേച്ചിയും ചേട്ടനും ഒക്കെ ഒരു ഷോർട്ട് ബ്രേക്ക് 4 ദിവസത്തേക്ക് എടുത്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങ് എത്തിയപ്പോഴത്തേക്കെന്തേ ക്യാമറയൊക്കെ പിടിച്ചിട്ട് ഫുൾ ട്രിപ്പ് മോഡിൽ നമ്മുടെ ഈ കാന്താരി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അടിയന്മാർക്ക് വീണ്ടും എന്താ ഒരു ഒത്തൊരുമ. ബാലർമ കിട്ടിയ പാടെ രണ്ടുപേരും കൂടെ ഉമ്മർത്ത് കസേര ഇട്ടിട്ട് അവിടെ സ്ഥലം പിടിച്ചിരിപ്പുണ്ട്. അന്നത്തെ രാത്രി പിന്നെ നമ്മുടെ ഖത്തറിൽ നിന്ന് ഡയറക്റ്റ് അയച്ചോളാൻ തക്കാമക്ക വൈബിൽ ഞങ്ങൾ ഫുള്ള് സെറ്റായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ കനാലിൽ കുളിക്കാൻ പോകും. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലെ കുളിക്കാൻ നല്ല വൈബുള്ള തോടുകളും കനാലുകളും ഒക്കെ തന്നെയാണ്. എന്തായാലും ഞങ്ങളൊരു കാറിൽ കൊള്ളുന്ന ആൾക്കാരെല്ലാവരും കൂടെ കനാലിൽ ചാടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് രാവിലെ തന്നെ. വെള്ളം കണ്ടപാടെ നീച്ചുമ്പോൾ ഫുള്ള് ചാടിക്കളിക്കലും നീന്തിക്കളിക്കലും ഒക്കെ ആയിരുന്നു. ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കുറേ നീന്താനൊക്കെ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. പിന്നെ ഞാനും കുഞ്ഞും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫുള്ള് വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ ഒരു ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങുമായിരുന്നു, 2 ബൈക്കിലും ഒരു കാറിലായിട്ട്. പക്ഷേ അടിപൊളി ഐറ്റിനറി ആയിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അത് ക്യാമറയും പിടിച്ച് നമ്മുടെ ക്യാമറമാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ കാടിനിടയിലുള്ള വഴിയിലൂടെ നല്ല രീതിയിൽ പ്രകൃതി ഭംഗിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ പോയത് പുലിമുരുകൻ്റെ ഷൂട്ടിംഗ് നടന്ന പൂയംകുട്ടി വാട്ടർഫാൾസിലേക്കാണ്. കണ്ടപാടെ ദേ നമ്മുടെ പുലിമുരുകൻ്റെ പാലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി അവിടെ 2 കറക്കമൊക്കെ കറങ്ങി. നല്ല കിടുക്കാച്ചി സ്ഥലം കേട്ടോ. നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. അതും അങ്ങ് ദൂരെ കുറേ പിള്ളേർ മുകളിൽ മരച്ചിലേന്നൊക്കെ ചാടി വെള്ളത്തിൽ വീണ് അങ്ങനെയൊക്കെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കുളിസിയും പോലെ സൂം ചെയ്ത് കാണലായിരുന്നു മെയിൻ ഹോബി. എത്ര നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും സൈഡിലെല്ലാം മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണലാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കുറേ നേരം നിന്നു പോകും. നല്ല അടിപൊളി സീനറിയാണ്. അവിടുത്തെ വൈബൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്കാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലമാണത്. അവിടെ നല്ല അടിപൊളി സീനറീസ് ആണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ ഫുള്ള് കാടൊക്കെയാണ്. ആന ഇറങ്ങും സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു ഇങ്ങനെ ഓരോ ആനക്കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞൂസിന്റെ ക്യാമറ കണ്ട ഫുൾ വൈബ് ഓണാണ്. അവൾ എവിടെ ഞാൻ ക്യാമറ നോക്കിയാലും അവിടെ എല്ലാം ഓടി വരുമായിരുന്നു. പാലത്തിൽ അറ്റേറ്റ് 40 പേരൊക്കെ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലം നന്നായിട്ട് കിടന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്മൂത്തായിട്ട് നമുക്കങ്ങനെ നടന്നു പോകാൻ പറ്റിയില്ല. ഞാനൊരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറയൊക്കെ എടുത്ത് താത്തു വെച്ചു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ അഴീക്കിലൊക്കെ പോയി പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു ഫിഷ് പിടിക്കറില്ലേ, അതിവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അവിടെ ആ ഒരു പാലത്തിൻ്റെ താഴത്തായിട്ട് ഫുള്ള് കസേരയും അതേപോലെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ആ വെള്ളത്തിലോട്ട് കാലിട്ടിരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് മീനാണ് നമ്മുടെ കാല് വന്ന് കൊത്തുന്നത്. ഏകദേശം 1 മണിക്കൂർ കൂടുതലെങ്കിൽ അങ്ങനെ ആ വെള്ളത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കാണും. എന്തെടുക്കോ കുഞ്ഞു? ഫിഷ് പിടിക്കുക. ഫിഷ് കാല കടിക്കും. ഇപ്പൊ ഒരു പ്രാവശ്യം എന്റെ കാല് കൊത്തി. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഭൂതത്താൻകെട്ടിലോട്ടാണ്. അവിടെയും നമ്മൾ വെള്ളത്തിൽ കളിയായിരുന്നു മെയിൻ. പിന്നെ നല്ല ചൂട് ചായയും ബജ്ജിയൊക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു, അതും വാങ്ങി കഴിച്ചു. ഇവിടത്തേക്ക് മെയിൻ പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്യാനായിട്ട് അധികം നിൽക്കില്ല. കാരണം ഷോപ്പ് ചെയ്യാനുള്ള കടകളും കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് നമ്മൾ നേച്ചർ എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കുക. അതാണ് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്. പിന്നെ വെള്ളം, കാട്, മല, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ നമുക്കൊരു ഫീലിംഗ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐറ്റിനറി ഇത്രയുമായിരുന്നു. ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ പോകാൻ പറ്റുമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെ നമ്മൾ ഒറ്റ മൂഡ് വെച്ചിട്ട് ഇറങ്ങുന്ന ട്രിപ്പ് എല്ലാം അടിപൊളിയാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ഓക്കെ, ബൈ ബൈ.